നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി ഞാൻ ഗോകുൽ രവി. നിക്ഷേപ ലൈസൻസ് ഇല്ലാതെ സൗദിയിൽ ബിസിനസ് പാർട്ണറാകുന്നത് നിയമവിരുദ്ധം. ഇത്തരം കുറ്റകൃത്യങ്ങൾ ബിനാമി ഇടപാടിന്റെ പരിധിയിൽപ്പെടും. കുറ്റക്കാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. നിക്ഷേപ ലൈസൻസ് ഇല്ലാതെ സൗദിയിൽ വിദേശികൾ സ്വന്തമായി ബിസിനസ് നടത്തുന്നത് നിയമവിരുദ്ധമാണ്. ഇതിനു പുറമെ നിക്ഷേപ ലൈസൻസ് ഇല്ലാത്തവർ ബിസിനസ്സിൽ പാർട്ണറാകുന്നതും അംഗീകരിക്കാനാകില്ലെന്ന് ബിനാമി ബിസിനസിനെ ചെറുക്കാനുള്ള പ്രത്യേക സമിതി വ്യക്തമാക്കി. ഇത് നിയമവിരുദ്ധവും ബിനാമി ഇടപാടായി കണക്കാക്കുകയും ചെയ്യും. ഒരു സൗദി പൗരൻ തന്റെ പേരിലുള്ള സ്ഥാപനം നിശ്ചിത തുക ഈടാക്കി വിദേശിക്ക് കൈമാറുന്നത് ബിനാമി അഥവാ തസാത്തൂർ പരിധിയിൽപ്പെടും. നിയമവിരുദ്ധമായി വിദേശ തൊഴിലാളികളെ ബിസിനസിന്റെ ഭാഗമാക്കുന്നതും ബിനാമി പരിധിയിൽപ്പെടുകയും ശിക്ഷാർഹമാകുകയും ചെയ്യും. സൗദി പൗരന്റെ പേരിൽ വിദേശി ബിസിനസ് നടത്തുന്നതാണ് വാണിജ്യ മറച്ചുവെക്കൽ അഥവാ ബിനാമി. അതോടൊപ്പം സൗദി പൗരന്റെ പേരിലുള്ള സ്ഥാപനം വിദേശികൾക്ക് നടത്താൻ കൊടുക്കുന്നതും ഈ ഗണത്തിൽപ്പെടുമെന്ന് സമിതി വ്യക്തമാക്കി. നിയമലംഘകർക്ക് തടവും പിഴയും നാടുകടത്തലും ശിക്ഷ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ജലീൽ കടമകലം, 24 ജിദ്ദ. കുവൈറ്റിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലും സൂപ്പർ മാർക്കറ്റുകളിലും പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ ചില്ലറ വിൽപ്പനയ്ക്ക് വാണിജ്യ മന്ത്രാലയം വിലക്ക് ഏർപ്പെടുത്തി. പച്ചക്കറികളുടെയും പഴങ്ങളുടെയും വിലയിൽ കൃത്രിമം കാണിക്കുന്നത് തടയുക, അളവിലും തൂക്കത്തിലുമുള്ള തട്ടിപ്പുകൾ തടയുക തുടങ്ങിയവയാണ് വിലക്ക് ഏർപ്പെടുത്തിയതിലൂടെ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. വ്യവസായ മന്ത്രിയും യുവജനകാര്യ സഹമന്ത്രിയുമായ മുഹമ്മദ് അൽ ഐബാനാണ് ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. ഫെബ്രുവരി 1 മുതൽ വിലക്ക് പ്രാബല്യത്തിലാകും. ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന ഖത്തറിൽ സന്ദർശകരെ ആകർഷിക്കാൻ സംഘാടകർ ഒരുക്കിയ വിവിധ പരിപാടികൾ ശ്രദ്ധേയമാകുന്നു. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന വിവിധ രാജ്യങ്ങളിലെ പവലിയനുകളിൽ വ്യത്യസ്തങ്ങളായ കലാസാംസ്കാരിക പരിപാടികളാണ് ദിവസവും അരങ്ങേറുന്നത്. ഏഷ്യൻ കപ്പ് കാണാനെത്തുന്ന സന്ദർശകർക്കായി ഇതുപോലെ നിരവധി പവലിയനുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വിയറ്റ്നാമിൻ്റെ പവലിയനിലാണ്. ഇതുപോലെ വിവിധ രാജ്യങ്ങളുടെ പവലിയനുകൾ സന്ദർശിച്ച് അവരുടെ ജീവിതവും സംസ്കാരവും അടുത്തറിയാൻ കൂടിയുള്ള ഒരു അവസരമാണ് ഇത്തരം പവലിയനുകൾ. സ്റ്റേഡിയങ്ങളിൽ കാൽപന്ത് കളിയുടെ ആവേശം കത്തിക്കയറുമ്പോൾ ഗാലറിക്ക് പുറത്തുള്ള സന്ദർശകർക്ക് കാഴ്ചയുടെയും അനുഭവത്തിൻ്റെയും വിരുന്നൊരുക്കുകയാണ് സംഘാടകർ. ലൊസൈൽ ബോളിവുഡിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന 24 രാജ്യങ്ങളുടെയും പവലിയനുകൾ ഒരുക്കിയാണ് ഖത്തർ സന്ദർശകരെ സ്വീകരിക്കുന്നത്. വിവിധ പവലിയനുകളിൽ എല്ലാ ദിവസവും വ്യത്യസ്തമായ കലാപരിപാടികളും അരങ്ങേറും. ഓരോ രാജ്യത്തിൻ്റെയും കലാ സാംസ്കാരിക പാരമ്പര്യം വെളിപ്പെടുത്തുന്ന പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഇന്ത്യയുടെ അഭിമാന നിർമ്മിതിയായ താജ്മഹലിന്റെ മാതൃകയിലുള്ള ഇന്ത്യൻ പവലിയനിലെത്തുന്ന സന്ദർശകർക്ക് ഇന്ത്യയെ അടുത്തറിയാൻ അവസരമുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാമുള്ള ചെറുവിവരണം ഇവിടെ നിന്ന് സന്ദർശകർക്ക് ലഭിക്കും. ചൈനയുടെയും തായ്ലൻഡിന്റെയും പവലിയനുകളിൽ നാടോടി രീതിയിലുള്ള നൃത്തരൂപങ്ങൾ അരങ്ങേറുമ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ വിവിധ പവലിയനുകളിൽ പരമ്പരാഗത അർദ്ധ നൃത്തം മുതൽ അറബ് സംഗീത പാരമ്പര്യവും സന്ദർശകരെ ആകർഷിക്കുന്നു. അൻവർ പാലേരി, 24 ദോഹ. ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഇന്ത്യ ഇൻ ബഹ്റൈൻ ഫെസ്റ്റിവൽ ശ്രദ്ധേയമായി. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതിയ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ജനുവരി 12 വൈകുന്നേരം 6:30 മുതലാണ് സീഫിലെ ഇന്ത്യൻ എംബസി പരിസരത്ത് ഇന്ത്യ ഇൻ ബഹ്റൈൻ ഫെസ്റ്റിവൽ ആരംഭിച്ചത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡയസ്പോറയുമായുള്ള സാംസ്കാരിക ബന്ധത്തിന്റെ പ്രോത്സാഹനത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ ബഹ്റൈനിലുള്ള പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ജേതാക്കൾ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യവും വിവിധ സംസ്ഥാനങ്ങളിലെ പൈതൃകവും കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്ന രീതിയിലായിരുന്നു പരിപാടി ഒരുക്കിയത്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ക്ലാസിക്കൽ നാടോടി പാരമ്പര്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന നിരവധി കലാപരിപാടികളോടൊപ്പം 30-ലധികം ഇന്ത്യൻ കമ്മ്യൂണിറ്റി അസോസിയേഷനുകൾ ഇന്ത്യയിലെ വൈവിധ്യമാർന്ന പാചകം, കരകൗശലം എന്നിവ ഉൾപ്പെടുത്തുന്ന സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. ബഹ്റൈനിലെ ഇന്ത്യൻ വിദ്യാർത്ഥിനി കാശ്വി സുബിൻ ജഗദീഷിന്റെ ഹെഡ് സ്ട്രിങ്സ് എന്ന കവിതാ സമാഹാരത്തിന്റെ അവതരണവും ചടങ്ങിൽ നടന്നു.
ICRF തയ്യാറാക്കിയ ഇന്ത്യ ഇൻ ബഹ്റൈൻ ഫെസ്റ്റിവൽ 2024 എന്ന പ്രത്യേക ബുള്ളറ്റിനും ചടങ്ങിനിടെ പുറത്തിറക്കി. 24 ന്യൂസ്, ബഹ്റൈൻ. കുവൈറ്റിലെ സാൽമി മരുഭൂമിയിൽ വെച്ച് ഈജിപ്ഷ്യൻ പ്രവാസിയെ ആക്രമിച്ച 3 പേരെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു. പ്രവാസിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. GCC നമ്പർ പ്ലേറ്റുള്ള വാഹനത്തിലെത്തിയ 3 പേർ ജോലിസ്ഥലത്ത് വെച്ച് ശാരീരികമായി ഉപദ്രവിച്ചതായാണ് പരാതി. ഇന്റർനാഷണൽ ICF നേതൃത്വം നൽകുന്ന സൗദി സ്നേഹസഞ്ചാരത്തിന് കിഴക്കൻ പ്രവിശ്യയിലെ അൽഖോബാറിൽ സ്വീകരണം നൽകി. അൽഖോബാർ ദർബാർ ഹാളിൽ സെൻട്രൽ പ്രസിഡന്റ് PA ഹമീദ് ഉലൂമിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി നാഷണൽ സെക്രട്ടറി നിസാർ കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. IC സെക്രട്ടറി നിസാർ സഖാഫി ഒമാൻ സന്ദേശ പ്രഭാഷണം നടത്തി. IC പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹ്മാൻ ആറ്റക്കോയ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സലീം പാലച്ചിറ, ബഷീർ ഉള്ളണം, സൈനുദ്ദീൻ മുസ്ലിയാർ വാഴവറ്റ, നാസർ ചുരേൻകീഴ്, നാസർ മസ്താൻമുക്ക്, ഹാരിസ് ജൗഹരി, അബ്ദുറഹീം മുസ്ലിയാർ എന്നിവരെ ആദരിച്ചു. അഷ്റഫ്, ഇക്ബാൽ വാണിമേൽ, ഹമീദ് പാപ്പിനിശ്ശേരി, സഹദ് അമാനി, ഷെഫീഖ് പാപ്പിനിശ്ശേരി, ബഷീർ പാടി, ഷിഹാബ് കാരികുളം, സഖറിയ കണ്ണൂർ, റിയാസ് മുസ്ലിയാർ, കബീർ കിണ്ടിക്കൽ എന്നിവർ പങ്കെടുത്തു. സൗദി അൽഖോബാറിലെ ഥുക്ബ ദാറുൽ ഹുദ മദ്രസ ഈ വർഷത്തെ മദ്രസ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. അസീസിയ ഇസ്തിറാഹിയിൽ നടന്ന പരിപാടിയിൽ മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ICF നാഷണൽ സെക്രട്ടറി നിസാർ കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ഫൈസി ഇരിട്ടിയുടെ അധ്യക്ഷത വഹിച്ചു. സുബൈർ സഖാഫി, സലീം പാലച്ചിറ, നാസർ ചിറയൻകീഴ്, ഉബൈദ് സഖാഫി, അൻസറുദ്ദീൻ കൊല്ലം, നിസാർ കിഴക്കും ഭാഗം എന്നിവർ ആശംസകൾ നേർന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ മന്ത്രി P രാജീവിനെതിരെ ഗുരുതര ആരോപണവുമായി ED. എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരിക്കെ രാജീവ് നിയമവിരുദ്ധ വായ്പകൾക്ക് സമ്മർദ്ദം ചെലുത്തിയെന്ന് ED ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. രഹസ്യ അക്കൗണ്ടുകൾ വഴി CPIM നിക്ഷേപം നടത്തിയത് 100 കോടിയിലധികം രൂപയെന്നും EDയുടെ വെളിപ്പെടുത്തൽ. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ മന്ത്രി P രാജീവ് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ സമ്മർദ്ദം ചെലുത്തിയെന്ന് ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാർ മൊഴി നൽകിയതായാണ് EDയുടെ വെളിപ്പെടുത്തൽ. തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന AC മൊയ്തീൻ, പാലോളി മുഹമ്മദ് കുട്ടി, വിവിധ ഏരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ എന്നിവരും സമ്മർദ്ദം ചെലുത്തിയെന്നും സുനിൽകുമാറിന്റെ മൊഴിയിലുണ്ട്. കരുവന്നൂർ ബാങ്കിൽ 17 CPIM ഏരിയ കമ്മിറ്റികളുടെ പേരിൽ 25 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഈ രഹസ്യ അക്കൗണ്ടുകൾ വഴിയുള്ള CPIMന്റെ കള്ളപ്പണ നിക്ഷേപം 100 കോടിയിലധികം വരും. പാർട്ടി കെട്ടിട ഫണ്ട് അക്കൗണ്ട്, ഏരിയ കോൺഫറൻസ്, സുവനീർ അക്കൗണ്ട് എന്നീ പേരുകളിൽ രഹസ്യ അക്കൗണ്ടുകൾ തുറന്ന് തട്ടിപ്പ് നടത്തി. പാർട്ടി ലെവി, പാർട്ടി ഫണ്ട്, ഇലക്ഷൻ ഫണ്ട് എന്നിവയിൽ നിന്നുമുള്ള പണം ഈ രഹസ്യ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കപ്പെട്ടതായും ED വ്യക്തമാക്കി. ഇതിനിടെ കരുവന്നൂരിൽ നിയമവിരുദ്ധമായി ഇടപെട്ടിട്ടില്ലെന്ന് മന്ത്രി P രാജീവ് പ്രതികരിച്ചു. നിയമവിരുദ്ധമായ ഒരു കാര്യത്തിലും ഒരു കാലത്തും ഇടപെടുന്ന രീതിയില്ല. അത് നേരത്തെ MP ആയാലും ജില്ലാ സെക്രട്ടറി ആയാലും മന്ത്രി ആയാലും നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ആർക്കും സമ്മർദ്ദം ചെലുത്താറുമില്ല. ഇതിപ്പോൾ ഒരു പുതിയ അറിവാണ്. കുറെ കാലമായിട്ട് ഓരോ എപ്പിസോഡ് ഇങ്ങനെ ഇറങ്ങാണല്ലോ. എന്താണെന്ന് നമുക്കപ്പോൾ നോക്കാം. രഹസ്യ അക്കൗണ്ടുകളിലെ കള്ളപ്പണം ഉപയോഗിച്ച് പാർട്ടി ഭൂമി വാങ്ങിയതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മറ്റ് ഏജൻസികൾ എന്നിവരുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ കരുവന്നൂർ ബാങ്കിൽ തുറന്ന പല രഹസ്യ അക്കൗണ്ടുകളും CPIM പിന്നീട് ക്ലോസ് ചെയ്തുവെന്നും EDയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നു. രഹസ്യ അക്കൗണ്ടുകളിലെ നിക്ഷേപവും പാർട്ടി ഓഫീസുകൾ ഉൾപ്പെടെയുള്ള സ്വത്തുക്കളും ഓഡിറ്റിന് വിധേയമാക്കിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ CPIM ലംഘിച്ചെന്നും ED ഹൈക്കോടതിയെ അറിയിച്ചു. 24 കൊച്ചി. കരുവന്നൂരിലെ ED അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തുന്ന ഒത്തുതീർപ്പ് കേസാണ് കരുവന്നൂരിലേത്. കേസുകളിൽ പരസ്പരം സഹായിക്കുകയാണ് BJPയും CPIMും എന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് LDF കൺവീനർ EP ജയരാജൻ ഒഴിഞ്ഞുമാറി. കരുവന്നൂർ ബാങ്കിൽ നടക്കുന്ന ED അന്വേഷണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വിശ്വാസമില്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, ലൈഫ് മിഷൻ കോഴക്കേസ് അന്വേഷണം പോലെ തന്നെ ഇപ്പം മുട്ടിലെഴയാണ് ED അന്വേഷണം കരുവന്നൂർ ബാങ്കിന്റെ. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ സഹായത്തിൽ ഒത്തുതീർപ്പിന് വേണ്ടി നടക്കുന്ന അന്വേഷണമായിട്ട് അവസാനിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ആ കാര്യങ്ങളൊന്നും എനിക്കറിയാത്ത കാര്യമൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. കരുവന്നൂർ കാര്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലത്തിൽ ഞാൻ പറയുന്നത് ഇതിലൊക്കെ രാഷ്ട്രീയ കാര്യമാണോ? നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന പോലുള്ള രാഷ്ട്രീയ വിഷയമാണോ ഇത്? ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഒരു ബാങ്ക്, ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഓഫീസ്, ഏതെങ്കിലും ഒരു ക്ലർക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്യൂണ് അവർ ചെയ്തു പോയൊരു തെറ്റ്, അതെല്ലാം ഈ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രശ്നമാണോ? പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് ദർശിച്ച് ഭക്തലക്ഷങ്ങൾ.
തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെയും തൊഴുത് ശരണം വിളികളോടെ ദർശന സായുജ്യം നേടിയാണ് ഭക്തർ മലയിറങ്ങിയത്. പന്തളം കൊട്ടാരത്തിൽ നിന്നെത്തിച്ച തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം നട തുറന്നതോടെ പൊന്നമ്പലമേട്ടിൽ ഭക്തരുടെ മനം നിറച്ച് മകരവിളക്ക്. സന്നിധാനത്തെ വ്യൂ പോയിന്റുകളിൽ പർണശാലകൾ കെട്ടി കാത്തിരുന്നവർക്ക് ദർശന സായുജ്യം. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ സന്നിധാനത്ത് നിന്ന് 1,00,000-ലധികം അയ്യപ്പ ഭക്തരാണ് ദർശനപുണ്യം നേടി സംതൃപ്തിയോടെ മലയിറങ്ങുക. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരടക്കം 3 ദിവസം മുമ്പ് വ്യൂ പോയിന്റുകളിൽ മകരവിളക്ക് ദർശനത്തിനായി തമ്പടിച്ചിരുന്നു. വെർച്വൽ ക്യൂവിലൂടെയുള്ള ദർശനം പരിമിതപ്പെടുത്തിയതിനാൽ 25,000-ഓളം തീർത്ഥാടകരാണ് ഇന്ന് 18ാം പടി ചവിട്ടിയത്. തിരക്ക് നിയന്ത്രിക്കാൻ കുട്ടികളുടെയും പ്രായമായവരുടെയും മകരവിളക്ക് ദർശനം പരിമിതപ്പെടുത്തിയ ദേവസ്വം ബോർഡ് നാളെ മുതൽ ഈ മാസം 20 വരെ ദർശനത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും. 24 സന്നിധാനം. കെ ഫോൺ പദ്ധതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. 2019 എടുത്ത തീരുമാനം ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിന് പിന്നിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് ഹൈക്കോടതി പരിഹസിച്ചു. ഹർജിയിൽ എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കാത്ത ഹൈക്കോടതി സർക്കാരിനോട് നിലപാട് തേടി. കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചട്ടം ലംഘിച്ചുള്ള കരാറും ഉപകരാറും സംബന്ധിച്ച് കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഹർജി. എന്നാൽ 2019 കരാർ ഇപ്പോഴാണോ ചോദ്യം ചെയ്യുന്നതെന്ന് വിമർശിച്ച കോടതി അഴിമതി സംബന്ധിച്ച് രേഖകളുണ്ടോ എന്നും ചോദിച്ചു. CAG റിപ്പോർട്ട് ലഭിച്ച ശേഷം ബാക്കി തെളിവുകൾ ഹാജരാക്കാമെന്ന് ഹർജിക്കാരൻ അറിയിച്ചതോടെ അത് ലഭിച്ചിട്ട് വന്നാൽ പോരെ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷണൽ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഹർജിയിൽ ലോകായുക്തയെ വിമർശിച്ച നടപടിയാണ് പ്രതിപക്ഷ നേതാവിനെതിരായ പരാമർശത്തിലേക്ക് കോടതിയെ നയിച്ചത്. കെ ഫോൺ വിഷയത്തിൽ ലോകായുക്തയെ സമീപിച്ചിട്ട് പ്രയോജനമില്ലെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നുമായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഹർജിയിലെ പരാമർശം അനുചിതമായെന്ന് കോടതി നിരീക്ഷിച്ചു. ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്നും കോടതി പരിഹസിച്ചു. CAGയുടേത് റിപ്പോർട്ടല്ലെന്നും നിരീക്ഷണങ്ങൾ മാത്രമാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. പൊതുതാൽപര്യ ഹർജി ഫയലിൽ സ്വീകരിക്കാത്ത ഹൈക്കോടതി സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടു. ഹർജി 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. കെ ഫോൺ ഹർജിയിലെ ഹൈക്കോടതി വിമർശനം സ്വാഭാവികമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നീതിക്ക് വേണ്ടിയാണ് കോടതിയിൽ പോകുന്നത്. CAGയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ക്രമക്കേട് കണ്ടെത്തിയിരുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. എന്നാൽ കേരളത്തെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ എന്നായിരുന്നു LDF കൺവീനർ EP ജയരാജന്റെ വിമർശനം. പ്രതിപക്ഷ നേതാവായി വന്നത് മുതൽ VD സതീശൻ വികസനത്തിന് തുരങ്കം വയ്ക്കുന്നു. കെ ഫോൺ പദ്ധതിയെ തകർക്കാൻ ആദ്യം മുതൽ VD സതീശൻ ശ്രമിച്ചെന്നും EP ജയരാജൻ ആരോപിച്ചു. കോടതി സാധാരണ കേസുകൾ പരിഗണിക്കുന്ന സമയത്ത് പല പരാമർശങ്ങളും നടത്താറുണ്ട്, പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന അന്യായത്തിൽ നമ്മൾ കൊടുക്കുന്ന പെറ്റീഷനിലെ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുവരെ ചോദിക്കുന്നത്. CAGയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ഇതിനകത്ത് വലിയ ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതിന് സൂചനകളുണ്ട്. VD സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നത് മുതൽ കേരളത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തകർക്കാനും തുരങ്കം വെക്കാൻ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കെ ഫോണിൻ്റെ തുടക്കം മുതൽ തന്നെ അതിനെ തടസ്സപ്പെടുത്താനും അതിനെതിരായിട്ടുള്ള പ്രചാരവേലകൾ നടത്തി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തൃശൂരിൽ TN പ്രതാപനു വേണ്ടി ചുവരെഴുത്തുകൾ. പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്ന ക്യാപ്ഷനോടെയാണ് ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടത്. TN പ്രതാപന്റെ നിർദ്ദേശപ്രകാരം പിന്നീട് ഇത് നീക്കം ചെയ്തു. TN പ്രതാപൻ അറിയാതെയാണ് ചുവരെഴുത്തെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. തൃശൂർ വെങ്കിടങ്ങ് പ്രദേശത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്ന ചുവരെഴുത്തിൽ കൈപ്പത്തി ചിഹ്നവും വരച്ചു ചേർത്തിട്ടുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിലവിലെ MP പ്രതാപൻ തന്നെ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. സുരേഷ് ഗോപിയെ മുൻനിർത്തി BJP പ്രചാരണം ആരംഭിച്ചതോടെ പ്രതാപൻ മണ്ഡലത്തിൽ കൂടുതൽ സജീവമായിരുന്നു. ഇതിനു പിന്നാലെയാണ് ചുവരെഴുത്തുകളും പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ മാധ്യമവാർത്തകൾക്ക് പിന്നാലെ TN പ്രതാപൻ ഇടപെട്ട് ചുവരെഴുത്തുകൾ മായിപ്പിച്ചു. സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ലെന്നും TN പ്രതാപൻ അറിയാതെയാണ് ചുവരെഴുതിയതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അല്ലാതെ അദ്ദേഹം തന്നെ മായ്പിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ സ്ഥാനാർത്ഥിയൊന്നും തീരുമാനിച്ചില്ല. സ്ഥാനാർത്ഥിയൊന്നും തീരുമാനിക്കാതെ 20 സീറ്റിൽ ഒരു പ്രചരണവും നടക്കില്ല. അതൊക്കെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇപ്പോൾ പ്രദേശ ഇലക്ഷൻ കമ്മിറ്റി കൂടാൻ പോകുന്നേ ഉള്ളൂ.
പ്രദേശ ഇലക്ഷൻ കമ്മിറ്റി കൂടി നിർദ്ദേശങ്ങളെല്ലാം തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് AICCയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അതേസമയം തൃശൂരിൽ BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്ന TN പ്രതാപന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി മന്ത്രി K രാജൻ രംഗത്തെത്തി. തൃശ്ശൂർക്കാരൻ എന്ന നിലയിലുള്ള അഭിപ്രായമാണ് ചോദിച്ചതെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ BJPയും കോൺഗ്രസും തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ട്. അത് 2ാം സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള മത്സരമാണ്. ഞങ്ങളതിനെ ലൂസേഴ്സ് ഫൈനൽ എന്നാണ് വിളിക്കുക. ഒരു ലൂസേഴ്സ് ഫൈനൽ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ MP പറഞ്ഞത്. ഫീൽഡിൽ പരിശോധിച്ചാൽ അവിടുത്തെ മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒഴിവാക്കി നടത്താൻ പറ്റില്ലെന്ന് മാത്രമല്ല, വലിയ ആത്മവിശ്വാസത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ തൃശ്ശൂർ സീറ്റ് കരസ്ഥമാക്കും. പ്രധാനമന്ത്രിയെ അടക്കം ജില്ലയിലെത്തിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം BJP ശക്തമാക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ചുവരെഴുത്ത് എന്നതും ശ്രദ്ധേയം. 24 തൃശൂർ. കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന സമരത്തിലേക്ക് പ്രതിപക്ഷത്തെ ക്ഷണിച്ച് മുഖ്യമന്ത്രി UDFൽ ആലോചിച്ച് നിലപാട് അറിയിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. കേന്ദ്രത്തിനെതിരായ പ്രക്ഷോഭത്തിൽ എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് LDF കൺവീനർ EP ജയരാജൻ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് ഡൽഹിയിൽ നടക്കുന്ന സമരത്തിലേക്ക് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ക്ഷണിച്ചത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ മാസം ഡൽഹിയിൽ സമരം നടത്തുന്നുണ്ട്. കേന്ദ്രം സംസ്ഥാനത്തോട് കടുത്ത അവഗണന കാട്ടുകയാണെന്നും അർഹതപ്പെട്ട വിഹിതം പോലും നൽകുന്നില്ലെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. വികസന പ്രവർത്തനങ്ങളെ തകിടം മറിക്കുന്നതിനെതിരെ യോജിച്ചുള്ള സമരം വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ UDFൽ ചർച്ച ചെയ്ത മറുപടി അറിയിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ധൂർത്തും നികുതി പിരിച്ചെടുക്കാത്തതും പ്രതിസന്ധിക്ക് മറ്റൊരു കാരണമാണെന്ന് VD സതീശൻ യോഗത്തിൽ പറഞ്ഞു. ഇന്ന് കേരളം നേരിടുന്ന എല്ലാ ധനപ്രതിസന്ധിക്കും കാരണം കേന്ദ്ര അവഗണനയാണ് എന്നുള്ളൊരു നറേറ്റീവാണ് ഈ CPM ഗവൺമെൻറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. വൺ ഓഫ് ദ റീസൺസ് ആണ്, ഒരുപാട് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് അത്. അപ്പോൾ സർക്കാരിൻ്റെ ആവശ്യം ഒരുമിച്ച് ഡൽഹിയിൽ പോയി സമരം ചെയ്യണമെന്നാണ്. ഒരുമിച്ച് സമരം ചെയ്യുന്ന കാര്യം ഒരു രാഷ്ട്രീയമായ ആവശ്യമാണ്. അത് UDFലെ എല്ലാ ഘടകകക്ഷികളുമായിട്ടും അതാത് പാർട്ടികളുമായിട്ടും ആലോചിച്ചിട്ട് തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞു. കേന്ദ്രത്തിനെതിരായ പ്രക്ഷോഭത്തിൽ എല്ലാവരുടെയും പിന്തുണ വേണമെന്ന LDF കൺവീനർ EP ജയരാജൻ. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അർഹമായിട്ടുള്ള വിഹിതം അനുവദിക്കണം, സഹായങ്ങൾ നൽകണം. ഈ ആവശ്യങ്ങൾ കേരള ജനതയാകെ ഒന്നിച്ചുയർത്തിക്കൊണ്ടുവരേണ്ട വിഷയമാണ്. അതിനെല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ ഒരുമിച്ചുള്ള നീക്കത്തിന് സാധ്യത തേടിയാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചത്. നിയമ പോരാട്ടത്തിനൊപ്പം കേന്ദ്രത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭം വേണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ തേടി ഹൈക്കോടതി. മാസപ്പടി വിവാദം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കണമെന്ന ഹർജിയിലാണ് കോടതി നടപടി. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRLും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ വലിയ തട്ടിപ്പുണ്ടെന്നാരോപിച്ച് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ ജോർജ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തട്ടിപ്പ് അന്വേഷിക്കണമെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. സംഭവത്തിൽ എന്തന്വേഷണമാണ് നടത്തുന്നതെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരുന്നു. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം വിശദമായ പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ടെന്നായിരുന്നു മറുപടി. കമ്പനികളുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും പരിശോധിക്കുന്നുണ്ട്. മന്ത്രാലയത്തിന് കീഴിലെ 3 അംഗ സമിതിയാണ് പരിശോധിക്കുന്നതെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. അങ്ങനെയെങ്കിൽ അന്വേഷണത്തിന്റെ രേഖകൾ ഹാജരാക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ഹർജി ഈ മാസം 24-ന് പരിഗണിക്കാനായി മാറ്റി. 24 കൊച്ചി. 76ാമത് കരസേനാ ദിനത്തിൽ കരുത്തുകാട്ടി ഇന്ത്യൻ സൈന്യം. ലഖ്നൌവിൽ നടന്ന ആഘോഷ പരിപാടിയിൽ കരസേനയുടെ വിവിധ റെജിമെന്റുകൾ ശക്തിപ്രകടനത്തിന്റെ ഭാഗമായുള്ള പരേഡ് നടത്തി. കരസേനാ മേധാവി മനോജ് പാണ്ഡെ പരേഡ് അഭിവാദ്യം ചെയ്ത് സ്വീകരിച്ചു. വൈകിട്ട് നടന്ന ശൗര്യസന്ധ്യാ പരിപാടിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുത്തു. ലക്നൌവിലെ ഗൂർഖ റൈഫിൾസ് റെജിമെന്റൽ സെന്ററിലെ പരേഡ് ഗ്രൗണ്ടിലാണ് ചടങ്ങുകൾ. സൈനിക ശക്തി വിളിച്ചോതി വിവിധ റെജിമെന്റുകളിലെ വിവിധ കണ്ടിജൻസ് പ്രൗഢഗംഭീരമായ സൈനിക പരേഡ് നടത്തി. സേനയുടെ വിവിധ ബാൻഡ് സംഘങ്ങളും പരേഡിന്റെ ഭാഗമായി. രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന കരസേനാ മേധാവി മനോജ് പാണ്ഡെ. वर्ष में भारतीय सेना ने समस्त सुरक्षा चुनौतियों का पूरी दृढ़ता और प्रतिबद्धता से सामना किया है.
ഇന്ത്യൻ സൈനികന്റെ ജീവിതം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി സമർപ്പിക്കപ്പെട്ടതാണെന്ന് ശൗര്യസന്ധിയിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. एक सैनिक सोचता है उसका जीवन इस राष्ट्र की सुरक्षा को समर्पित है. यदि हर राष्ट्र सुरक्षित रहेगा, यहाँ के लोग सुरक्षित रहेंगे, तो उसका अस्तित्व भी सुरक्षित रहेगा. मैं रहूं या न रहूं, मेरा देश रहना चाहिए, जैसे भाव के साथ मातृभूमि की सुरक्षा करने वाला भारतीय सैनिक एक अनुकरणीय देश प्रेमी होता है. സൈനികർക്കും വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങൾക്കും ചടങ്ങിൽ മെഡലുകൾ വിതരണം ചെയ്തു. കരസേന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ അഭ്യാസ പ്രകടനങ്ങളും നടന്നു. कैप्टन महाला ने ये फॉर्मेशन प्रतीक है. सभी 24 ഡൽഹി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര മണിപ്പൂരിലെ പര്യടനം പൂർത്തിയാക്കി നാഗാലാൻഡിലേക്ക് പ്രവേശിച്ചു. ന്യായ് യാത്രയ്ക്ക് മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. മണിപ്പൂർ ജനത ന്യായ് യാത്രയെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചുവെന്ന് KC വേണുഗോപാൽ 24നോട് പറഞ്ഞു. കലാപഭൂമിയായ കാങ്കോപ്പിയിൽ രാഹുലിനെ കാണാനായി ജനക്കൂട്ടം റോഡിന്റെ ഇരുവശവും തടിച്ചുകൂടി. ആളുകൂട്ടിയ ഇടങ്ങളിലെല്ലാം രാഹുൽ ബസ്സിൽ നിന്നിറങ്ങി ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. മുദ്രാവാക്യം വിളിച്ചാണ് യാത്രയെ മണിപ്പൂർ ജനത വരവേറ്റത്. യാത്ര സേനാപതി എത്തിയപ്പോഴേക്കും ജനനിബിഡമായി. യാത്ര മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ചതിന് ശക്തമായ സന്ദേശമുണ്ടെന്ന് രാഹുൽ. മണിപ്പൂർ സന്ദർശിക്കാതിരുന്ന പ്രധാനമന്ത്രിക്കെതിരെയുള്ള വിമർശനം രാഹുൽ ഇന്നും തുടർന്നു. The government of India doesn't seem to be bothered, and the Prime Minister hasn't visited. And the violence continues. Of course, we were welcomed with a lot of affection from all the communities. But it's sad that people's livelihoods are being disturbed, businesses being disturbed, people have been killed, and so much damage is being done. യാത്രയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച മണിപ്പൂർ സർക്കാരിനുള്ള മറുപടിയാണ് ജനപങ്കാളിത്തമെന്ന് KC വേണുഗോപാൽ 24നോട് പറഞ്ഞു. മണിപ്പൂരിൽ വന്നപ്പോൾ ഞാൻ കണ്ടല്ലോ, ഇതുപോലെ ഏത് നേതാവിന് കിട്ടും. ഇവിടെ അവർ തമ്മിൽ ഏറ്റവും വലിയ സ്പർദ്ധയുണ്ട്. പക്ഷെ ആ സ്പർദ്ധയൊന്നും രാഹുൽ ഗാന്ധി വരുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിലില്ല. അതാണ് ഈ കാണുന്നത്, ഇപ്പം സേനാപതിയിൽ കാണുന്ന ഈ വലിയ ജനക്കൂട്ടം. 4 ജില്ലകളിലൂടെ 107 കിലോമീറ്റർ സഞ്ചരിച്ചാണ് മണിപ്പൂരിൽ നിന്ന് യാത്ര നാഗാലാൻഡിലേക്ക് പ്രവേശിച്ചത്. കുക്കി നാഗ മേഖലകളിൽ വൻ ജനപങ്കാളിത്തത്തോടെയാണ് രാഹുലിന്റെ മണിപ്പൂർ യാത്ര അവസാനിച്ചത്. യാത്ര നാഗാലാൻഡിലേക്ക് പ്രവേശിച്ചു. നാഗാലാൻഡിലെ കുസാമയിൽ നിന്ന് ആശിഷ് മട്ടുവിനൊപ്പം നിതിൻ അംബുജൻ, 24. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.